നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ കൂട്ടുകാർക്കും സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വറുത്തെടുത്ത വെളൂരി പച്ചക്കുടമ്പുളി ഇട്ടുണ്ടോന്ന് പറ്റിച്ചാലോ? അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ കിടിലം മീൻകറി റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോയാലോ? 1/2 കിലോ വെളൂരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, പാകത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കുക. പാൻ ചൂടായാലും വെളൂരി ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായാലും ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഈ മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിലാക്കി വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടാവും. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്താലോ? അപ്പോൾ വെളൂരിയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡും കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഒന്ന് കോരിയെടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ പൊട്ടിക്കഴിയുന്നതോട് കൂടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 4 വറ്റൽമുളക് കീറിയതും 1-2 വേപ്പിലും ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 5 ചെറിയുള്ളി അരിഞ്ഞ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ഗോൾഡൻ കളറാകുമ്പോൾ ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക് കീറിയതും കൂടി ചേർത്തിട്ട് ഇതൊരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ സവാള അരിഞ്ഞതും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മാറുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഈ മസാലയുടെ മണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ മസാലയുടെ മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു പച്ചക്കുടമ്പുളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിള വരുന്നവരെയാണ് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് കറി കുറുകി വരുന്നത് വരെ നിങ്ങൾക്ക് കുക്ക് ചെയ്യാം. ഇത്രയും കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന വെളൂരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വളരെ ശ്രദ്ധിച്ച് മീനൊന്നും പൊടിഞ്ഞു പോകാതെ ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ചെറിയ തീയിലാക്കിയിട്ട് 3 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും 1 തണ്ട് വേപ്പിലയും ചേർത്തതിന് ശേഷം കറി ഒന്ന് മൂടി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞാൽ കുടമ്പുളി ഇട്ട് വറ്റിച്ച മീൻകറി നമുക്ക് ഉപയോഗിക്കാം. എന്തായാലും ഈ മീൻകറിയുടെ റെസിപ്പിയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. അതേപോലെ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പികളുടെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. സോ ഇറ്റ്സ് വിത്ത് ആഹിർ, സ്പെസിയ ഡയറി, സൈനിങ് ഓഫ്. ബൈ.